സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു വരുന്നത് വഖഫ് നിയമത്തെക്കുറിച്ചാണ്. കേന്ദ്ര ഗവൺമെൻറ് വഖഫ് നിയമം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പാസാക്കി ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യൊപ്പ് വാങ്ങി അത് നമ്മുടെ രാജ്യത്താകെ പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്ന സന്ദർഭം. ഈ ബില്ലിൻ്റെ കരട് നമ്മുടെ രാജ്യം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. വമ്പിച്ച പ്രതിഷേധങ്ങളുണ്ടായി. ഇത് വംശീയ വിരുദ്ധവും മുസ്ലിം വിരുദ്ധവുമാണ് എന്ന് ആ ബില്ലിലെ വ്യവസ്ഥകൾ പഠിച്ച നിയമജ്ഞരടക്കം മുസ്ലിം ഉൽപ്പതിഷ്ണുക്കളും മുസ്ലിം സമൂഹവും അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷം, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ എംപിമാർ അതിശക്തമായ നിലയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഈ ബില്ലിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നിക്കക്കള്ളിയില്ലാതെ ഈ ബില്ല് JPCയുടെ പരിഗണനയ്ക്ക് വിട്ടു. JPCയുടെ പരിഗണന കഴിഞ്ഞു വന്നപ്പോൾ അത് അപാകത പരിഹരിക്കാനല്ല, കുറെ കൂടി ആഴത്തിൽ ഫാഷിസ്റ്റ് ഭരണകൂടത്തിൻ്റെ നയങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയായിരുന്നു JPCക്ക് വിട്ടതെന്ന് നമുക്ക് ബോധ്യം വന്നു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ബില്ല് പാസ്സായി കഴിഞ്ഞ ശേഷം രാജ്യത്താകെ പ്രക്ഷോഭം നടക്കുകയാണ്. ഒരു വശത്ത് ഈ ബില്ലിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് രാജ്യത്തെ മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുവന്ന ബില്ലെന്ന നിലയിൽ പ്രക്ഷോഭം നടക്കുമ്പോൾ, മറുവശത്ത് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്താനാണെന്നുള്ള വ്യാജ പ്രചരണവുമായിട്ടാണ് BJP സംഘപരിവാർ ശക്തികൾ ഇന്ത്യയിലുടനീളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ശക്തമായ സംഘപരിവാർ സഹയാത്രികർ അല്ലാത്ത ആളുകളോട് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മതേതര സ്വഭാവമുള്ള, മതനിരപേക്ഷ സ്വഭാവമുള്ള ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഒന്നിച്ചു കഴിയേണ്ടവരാണെന്നും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിട്ടുള്ള നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് സാഹോദര്യത്തോടും സ്നേഹത്തോടും കഴിഞ്ഞുകൂടേണ്ടവരാണെന്ന് ബോധ്യമുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ കുപ്രചരണങ്ങളിൽ സാധാരണ ജനങ്ങൾ വീഴില്ല. ഈ വഖഫ് എന്ന് പറഞ്ഞാൽ ആ അറബി വാക്കിൻ്റെ അർത്ഥം തടഞ്ഞു വെക്കുക എന്നാണ്, അല്ലെങ്കിൽ ഹബ്സ് എന്ന് പറയും. അതായത് വസ്തുക്കളെ ക്രയവിക്രയങ്ങളിൽ തടഞ്ഞു നിർത്തി പ്രസ്തുത മുതലിൽ നിന്ന് തേയ്മാനം വരാതെ, നഷ്ടം വരാതെ നിയമാനുസൃതമായി ഉപയോഗപ്പെടുത്തുന്ന പ്രക്രിയയ്ക്കാണ് സാങ്കേതികമായി വഖഫ് എന്ന് പറയുന്നത്. വഖഫ് എന്ന പദം അറബി പദമാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്നത്, അല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു വഖഫ് ചെയ്യുന്നു, ഇത് വഖഫാണ് എന്ന് പറഞ്ഞ് നൽകിയാൽ അത് വഖഫാകും. ഞാനിത് എക്കാലത്തേക്കുമായി ധർമ്മം ചെയ്തു എന്ന് പറഞ്ഞാലും അത് വഖഫ് ആകും. രേഖാമൂലവും എഴുതിക്കൊടുത്ത് വഖഫ് ചെയ്യാം, വാക്കാലും വഖഫ് ചെയ്യാം. ഇങ്ങനെ രേഖാമൂലം എഴുതിക്കൊടുത്തതല്ലാതെ സന്മനസ്സുള്ള, ദൈവത്തെ ഭയമുള്ള ഇന്ത്യയിലെ മുസ്ലിം ജനങ്ങൾ വഖഫ് ചെയ്തിട്ടുള്ള ബഹുഭൂരിപക്ഷം വഖഫ് സ്വത്തുക്കളും രേഖാമൂലം എഴുതി കൊടുക്കാതെ വാക്കാൽ വഖഫ് ചെയ്ത സ്വത്തുക്കളാണ്.
അതെന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു ഫാഷിസ്റ്റ് ഭരണകൂടം ഈ രാജ്യത്തുണ്ടാകുമെന്ന് ആരും സ്വപ്നം കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കാലാകാലങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു പോകും എന്ന് നിഷ്കളങ്കമായി വിചാരിച്ചവരാണ് ഇങ്ങനെയൊക്കെ വഖഫ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് അവരുടെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസ്സാക്കിയെടുത്ത വഖഫ് ആക്ട് അഥവാ വഖഫ് അമെൻമെൻറ്റ് ബില്ല് 2024 എന്ന് പറയുന്നത് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് അമ്പെ എതിരാണ്. ആർട്ടിക്കിൾ 25 റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജിയൻ ഇൻക്ലൂഡിംഗ് ദി റൈറ്റ് ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പോഗേറ്റ് റിലിജിയൻ എന്നുള്ള ആ അവകാശത്തെ കണ്ണടച്ച് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ആർട്ടിക്കിൾ 26 ദ റൈറ്റ് ടു ഫോം ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലിജിയൻ ആൻഡ് ചാരിറ്റബിൾ ഇൻറ്റൻസ്, ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. ഈ ആർട്ടിക്കിൾ 25ഉം 26ഉം അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആണ് ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ആർട്ടിക്കിൾ മറ്റ് തുല്യാവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ മറ്റ് ആർട്ടിക്കിളുകളും എല്ലാം ഓവർകം ചെയ്തുകൊണ്ടാണ് ഈ ബില്ല് ഫാസിസ്റ്റ് ഭരണകൂടം പാസ്സാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ വഖഫ് നിയമങ്ങളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ചാൽ 1913 1920 മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട്, 1920 ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റ് ആക്ട്, 1930 മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട്, 1923 നിയമത്തിലെ അപാകതകൾ നീക്കി പാസ്സാക്കിയത് 1954 ഇന്ത്യൻ പാർലമെൻറ്റ് വഖഫ് നിയമം പാസ്സാക്കി. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ആദ്യമായി വഖഫ് നിയമം പാസ്സാക്കുന്നത് 1954 1984 സമഗ്രമായ ഒരു ഭേദഗതി കൊണ്ടുവന്നു. മുസ്ലിം സമുദായത്തിൻ്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് അത് ഫോഴ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു അനുഭവം കൂടി ഇന്ത്യ രാജ്യത്തുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് കൊണ്ടുവന്ന ഭേദഗതികൾ പലതും മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമല്ലായിരുന്നതുകൊണ്ട് അന്നത്തെ ഭരണകൂടം ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുന്നവരായിരുന്നതുകൊണ്ടും അത് ഫോഴ്സ് ചെയ്യപ്പെട്ടിരുന്നില്ല എന്ന അനുഭവം കൂടിയുള്ളവരാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം. മറ്റൊരു ഭേദഗതി ആവശ്യമായി വന്നപ്പോഴാണ് വിശാലമായ ഒരു ബില്ല് വഖഫ് ആക്ട്, ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ആക്ട് 1995 എന്ന നിയമം 1954 നിയമം റദ്ദ് ചെയ്തുകൊണ്ട് നിലവിൽ വന്നത്. അതിൻ്റെ പേരായിരുന്നു വഖഫ് ആക്ട് 1995. ജനാധിപത്യ രാജ്യത്ത് വഖഫ് എന്ന പദം പോലും മാറ്റാതെ അതിനൊരു ആക്ട് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം, അവകാശം ഇന്ത്യ ഗവൺമെൻറ്റിനുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നത്. ആ ആക്ട് കൊണ്ടുവന്നപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വഖഫ് എന്ന ആ പവിത്രമായ വാക്കിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ വഖഫ് ആക്ട് 1995 പാസ്സാക്കി. അതായിരുന്നു ഇക്കഴിഞ്ഞ പാർലമെൻറ്റിൽ ഭേദഗതി വരുത്തപ്പെട്ട് പാസ്സാക്കിയ നിയമം വരുന്നത് വരെ നിലവിലുണ്ടായിരുന്നത്. ആ നിയമം 1995 നവംബർ 22 ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ച് വഖഫ് ആക്ട് 1995 എന്ന പേരിൽ ഈ രാജ്യത്ത് നടപ്പാക്കി വരികയായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വഖഫ് എന്ന് പറയുന്ന ആ പദം തന്നെ എടുത്തു കളഞ്ഞിരിക്കുന്നു. വഖഫ് എന്താണോ ഇസ്ലാമിക നിയമം അനുസരിച്ച് വഖഫ് കൊണ്ട് ഉദ്ദേശിച്ചത്, ആ വഖഫ് എന്ന പദത്തെ കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു.
ഇവിടെ ആരും അത് പരാമർശിച്ച് കണ്ടിട്ടില്ല. ആരും പ്രധാന വിഷയമായി അത് കണ്ടില്ല. മറ്റ് വിഷയങ്ങളിലേക്കൊക്കെ ഓടിപ്പോയി. നിലവിലുള്ള ടൈറ്റില് വഖഫ് ആക്ട് 1995 എന്നാണെങ്കിൽ ഇന്ന് പാസാക്കി നടപ്പാക്കുന്ന വഖഫ് ഭേദഗതിയിലൂടെ നടപ്പാക്കുന്ന വഖഫ് ആക്ട് എന്നല്ല. അത് തന്നെയാണ് ശ്രദ്ധിക്കപ്പെടാതെ പോയതും അതാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വഖഫ് ആക്ട് എന്നുള്ളതങ്ങ് മാറ്റി യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ്, എംപവർമെൻറ്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് 1995 ഇങ്ങനെയാണ് ഭേദഗതി കൊണ്ടുവന്നത്. ഈ ഭേദഗതിയിലൂടെ വഖഫ് തന്നെ ഇല്ലാതായിരിക്കുന്നു. യൂണിഫൈഡ് വഖഫ്, ഏകീകൃത വഖഫ് എന്ന് പറയുന്ന ഒന്ന് ഇസ്ലാമിലില്ല. ഇസ്ലാമിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണ്. അതായത് വഖഫിൽ മുവഹിദ എന്ന അറബിയിൽ പറയാം, അങ്ങനെ ഒരെണ്ണമില്ല. വഖഫ് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മതപണ്ഡിതന്മാരാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വസ്തുത, വഖഫ് എന്ന പദം തന്നെ എടുത്തു മാറ്റിയതിനെ ആരും ശ്രദ്ധിക്കാതെ പോയി. ആ വഖഫ് ഇന്നില്ല. വഖഫിന് പകരം യൂണിഫൈഡ് വഖഫ്, അങ്ങനൊരു വഖഫ് ഇസ്ലാമിലേ ഇല്ല. അപ്പം ഈ രാജ്യത്ത് വഖഫ് എന്ന പരിശുദ്ധമായ ഒരു പദത്തെ ഉന്മൂലനം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു പദം ഇനി ഉപയോഗിക്കാനേ കഴിയാത്ത തരത്തിൽ ഏകീകൃത വഖഫ് എന്നാക്കിയിരിക്കുന്നു, യൂണിഫൈഡ് വഖഫ് എന്നാക്കിയിരിക്കുന്നു. നിലവിൽ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യൊപ്പ് വാങ്ങി നടപ്പിൽ വരുത്തിയ നിയമത്തിലെ ക്ലോസ് 2 സെക്ഷൻ 1 ഈ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. തുടർന്നും ഈ വഖഫ് നിയമത്തെക്കുറിച്ച്, പഴയതും പുതിയതുമായ വഖഫ് നിയമത്തെക്കുറിച്ച്, ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ നേരിടാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് എൻ്റെ സംസാരം ഉണ്ടായിരിക്കും. തൽക്കാലം ഈ ഒരൊറ്റ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.